പുതുതായിട്ട് വന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു അപ്ലൈന്റെ മുന്നിൽ ഇവിടെ സറണ്ടർ ആയി, ആള് പറയുന്നത് അക്ഷരം പ്രതി കേൾക്കാൻ തയ്യാറായി, നിങ്ങളുടെ ജീവിതത്തിൽ അപാരമായ അത്ഭുതമുണ്ടാവും. ഫോക്കസ് തെറ്റുന്ന ആൾക്കാർ, ഈ ബിസിനസ് ചെയ്യുന്നതിനുള്ള കൂടെ പല പരിപാടിയും ചെയ്യുന്ന ആൾക്കാർ, ഇഷ്ടംപോലെ വേറെ എന്തൊക്കെയോ ചെയ്യാം. സാറേ എനിക്ക് ജീവിക്കണ്ടേ, എന്റെ ലൈഫിൽ എനിക്ക് എന്തെങ്കിലും വരുമാനം വേണ്ടേ, എനിക്ക് ഇതിന്റെ ഒരു വരുമാനത്തിന് മുകളിൽ മാത്രം പിടിച്ചിരിക്കാൻ കഴിയില്ല. അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്ന ആള്, ഫുൾ ടൈമർ ആയിട്ട് ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളവരാണ് പറഞ്ഞത്. മറ്റു പല ബിസിനസ്സും ചെയ്യുന്നതിനുള്ളിൽ കൂടി ബിസിനസ് വളരെ സീരിയസ് ആയിട്ട് ചെയ്തു പോകുന്ന ആളുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ബിസിനസ് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റില്ല, ജോലിയാണ് നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുക. ബിസിനസ് ഫുൾ ടൈം ചെയ്യേണ്ട ഒരു സാധനം ഞാൻ മനസ്സിലാക്കിയ അതാണ്. എനിക്ക് ഈ ബിസിനസ് വരുമ്പോ എനിക്ക് 500, 1000, 2000 കൂലി കിട്ടുന്ന ഡ്രൈവർ പണി എനിക്ക് ഉണ്ടായിരുന്നു. ആ പണിയെല്ലാം ഒഴിവാക്കിയിട്ട് അന്ന് ഞാൻ ഇതിലേക്ക് ഇറങ്ങി വന്നപ്പോ എനിക്ക് ഇവിടെ 1000, 2000, 3000 ഒന്നും ഡെയിലി കിട്ടിയില്ല, ആഴ്ചയിലും കിട്ടിയിട്ടില്ല, മാസത്തിലും കിട്ടിയിട്ടില്ല. പക്ഷെ ഉണ്ടല്ലോ, അന്നേരം ഞാൻ ഈ ബിസിനസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തൊട്ടപ്പുറത്തേക്ക് ഒരു ഡ്രൈവർ ഡ്യൂട്ടി കിടക്കുന്നുണ്ട്. ആ ഡ്രൈവറായിട്ട് എനിക്ക് കയറിക്കണമെങ്കിൽ അത് കിട്ടും. പക്ഷെ ഞാൻ അത് പോകാതെ ഒഴിവാക്കിയിട്ട് കള്ളി മുറിച്ചിട്ട് ഇതിൽ ഓടി എന്താറിയോ, ഞാൻ ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് എക്സ്ട്രാ കിട്ടുന്ന വരുമാനത്തിന് വേണ്ടി അങ്ങോട്ട് പോകുമ്പോ എന്റെ കൂടെ വന്ന് ഒരുത്തരെ പോലും എനിക്ക് ഫുൾ ടൈമർ ആക്കാൻ വേണ്ടി സാധിക്കൂല. അന്ന് ആ കിട്ടുന്നതെല്ലാം ഒഴിവാക്കിയിട്ടാണ് ഇതിൽ നിന്നിട്ട് സക്സസ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അതേമാതിരി സ്റ്റാറ്റസ് ഇടുമ്പോൾ നിങ്ങൾ പല സ്റ്റാറ്റസ് ഇടും, ഫോക്കസ് തെറ്റും. നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും മൈലേജ് നിങ്ങളെ ബ്ലഡിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൈലേജിന് വേണ്ടി സമർപ്പിക്കണം. ബാക്കിയുള്ള വേറൊന്നിലേക്കും വേണ്ടിയിട്ട് നിങ്ങളെ നോട്ടം തിരിയരുത്, ഫോക്കസ് മാറരുത്. അങ്ങനെ ഫോക്കസ് മാറുന്ന ഇടക്കാല ആശ്വാസിക്ക് ഇടയ്ക്ക് 500, 1000, 2000, 4000 ഒക്കെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നല്ലാതെ നിങ്ങളുടെ ലൈഫിൽ കണ്ട ഒരു സ്വപ്നം നിങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റില്ല. സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്വപ്നം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പണിയെടുക്കേണ്ട, കടന്നുറങ്ങിയാൽ മതി. ലക്ഷ്യങ്ങളാണെങ്കിൽ കടന്നുറങ്ങാൻ പറ്റില്ല, പണിയെടുക്കേണ്ടി വരും. ഇത്ര വ്യത്യാസമുള്ളൂ. ഏത് വ്യത്യാസത്തിനാണ് നിങ്ങൾ തയ്യാറാവുക? ഒരു മാറ്റത്തിന് തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിലേക്ക് എന്ത് ചെയ്യണോ, നിങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഫുൾ ടൈം കരിയറായിട്ട് ഇറങ്ങിക്കൊണ്ട് ഇതിനു വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന ആളുകളായതുകൊണ്ട് സദാസമയം MI ലക്ഷ്യം എന്ന് പറയുന്ന ലെവലിലേക്ക് നിങ്ങളെ നീങ്ങിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അപാരമായ അത്ഭുതങ്ങൾ ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. അതിലൊരു മാറ്റമില്ല. അങ്ങനെ തന്നെയാണ് ഞങ്ങളൊക്കെ അങ്ങനെ കയറി വരുന്നത്. ഓൾമോസ്റ്റ് 1.5 കോടിക്ക് മുകളിൽ നിന്ന് പെയർ മാച്ച് ചെയ്ത് BV, അത് വലിയ സംഭവമായിട്ട് പറയല്ല, അതിനെക്കാട്ടി വലുതുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നമ്മൾ നാട്ടുമ്പുറത്തെ ഭാഷ പറയുകയാണെങ്കിൽ ഓനൊരു മണ്ണും ചാളും തിരിച്ചറിയാത്തവൻ എന്ന് പറയില്ലേ, അതേപോലുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ഞാൻ 1.5 കോടിക്ക് മുകളിൽ ബിസിനസ് വോളിയം എന്ന് പെയർ മാച്ച് ചെയ്തു. ഏകദേശം പറയുകയാണെങ്കിൽ 3,90,00,000 ബിസിനസ് വോളിയത്തിൽ എത്തി. എന്റെ ലെഫ്റ്റ് റൈറ്റുമാണ് ഏകദേശം 4 കോടി ബിസിനസ് വോളിയത്തിലേക്ക് അടുക്കുകയാണ്. 4 കോടി ബിസിനസ് വോളിയം എന്ന് പറഞ്ഞാൽ ക്യാഷിൽ പറയാൻ ഓൾമോസ്റ്റ് 6 കോടി ക്യാഷ്. 6 കോടി ക്യാഷിന്റെ കച്ചവടം കൊണ്ടുവരാനുള്ള ഒരു അർഹതയും യോഗ്യനും അല്ലാത്ത ഒരാളാണ് ഷെഫീഖ് പാലായി എന്ന് പറഞ്ഞ ആള്. എന്നാൽ എന്റെ കഴിവ് കൊണ്ടല്ല, ഒരു കൂട്ടമായ പ്രവർത്തനം കൊണ്ട് 6 കോടിയുടെ കച്ചവടം നടത്തുന്നതിൽ ഈ സിസ്റ്റത്തിന്റെ പ്രാധാന്യം കൊണ്ട്, ഈ ബിസിനസിന് കുറവുണ്ട്, ഈ പ്രൊഡക്റ്റിന് കുറവുകൊണ്ടാണ്. പരീക്ഷണങ്ങൾ ഉണ്ടാവും, ഇല്ലാതൊന്നും പറയുന്നില്ല, ഇഷ്ടംപോലെ പരീക്ഷണങ്ങൾ ഉണ്ടാവും മുന്നിൽ. നമ്മൾ വിളിച്ചാൽ ഫോൺ എടുക്കാത്ത ആൾക്കാർ വരും, നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത ആൾ വരും, ഇങ്ങോട്ട് വാടാറ് അങ്ങോട്ട് പോകാന്നുള്ളത് പറയും. അപ്പൊ ചെറിയ കുട്ടികൾ അങ്ങനെയാണ്. പുതിയ ഡിസ്ട്രിബ്യൂട്ടർമാരും ഒക്കെ ചെയ്യും, ഫോൺ വിളിച്ചാൽ എടുക്കൂല, മീറ്റിങ്ങിന് വരാതെ അവസാന നിമിഷം വരാതിരിക്കും. വന്നിക്കാണെങ്കിൽ തന്നെ ചിലപ്പോ കുറച്ച് ബാക്കിലിരിക്കുന്നത് കാണാം, പിന്നെ വരെ കാണൂല, കണ്ടില്ല ആ ലെവലിലൊക്കെ ഉണ്ടാവും ആൾക്കാർ. കൂട് പോലെ തലക്ക് മുകളിൽ കടന്നുറങ്ങാൻ കഴിയാത്ത പ്രശ്നങ്ങൾ. ഇന്നും എന്നോട് ആരെങ്കിലും ഒന്ന് ചോദിക്കുകയാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ഇതിൽ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, എനിക്ക് സമാധാനമായിട്ട് ഒരു ദിവസം കടന്നുറങ്ങും, സമാധാനമായിട്ട് എന്റെ പ്രശ്നങ്ങളെല്ലാം തീർത്ത് കടന്നുറങ്ങിയിട്ട് വരുന്ന ഫോൺ മുഴുവൻ എനിക്ക് എടുക്കാൻ കഴിയും. 1000കണക്കിന് ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അതിന്റെ നടുവ് മൈലേജ് എന്നൊരു സാധനം വിട്ടുപോയിട്ടില്ല. ഇപ്പോഴും അത് ചെയ്തോണ്ടിരിക്കുക ശക്തമായിട്ട്. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഒരു പ്രശ്നം ഇല്ലാത്തതിന്റെ പോലെയാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്. അതിന്റെ ടീമിനോടും പിന്നെ അറിയുന്ന ആളുകളോടും നിങ്ങൾ ചോദിച്ചാൽ മതി. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പ്രയാസങ്ങൾ ഉണ്ടായിട്ടും ബുദ്ധിമുട്ടുകളായിട്ടും വിട്ടിട്ട് പോകാൻ ഭയങ്കര എളുപ്പമാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കുന്ന ഒരു കഴിവുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ കഴിവ്. നിങ്ങൾ അത് മനസ്സിലാക്കി. നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കുക, സമർപ്പിക്കുക. ഇതിനൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട്. തവക്കൽ അല്ലാഹ് നമ്മൾ പറയാനുണ്ട്. നമ്മളെ ഭാഷയിൽ പറയുകയാണെങ്കിൽ തവക്കൽ എല്ലാം അല്ലാഹ് ഏൽപ്പിച്ച്. എന്തിന് പണിയെടുക്കാതെ അല്ലാഹ് ഏൽപ്പിക്കാനല്ല പറഞ്ഞത്. ഒരു പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചിട്ട് തവക്കൽ അല്ലാഹ് പറയാം. അർച്ചന വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്, എല്ലാത്തിനും ആടിപടി മീറ്റിംഗ് ഒക്കെ എടുക്കണം, തവക്കൽ അല്ലാഹ് നോക്കണേ, എന്നിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. അല്ല രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇൻസൈഡ് ചെയ്ത് ഇറങ്ങിയിട്ട് തവക്കൽ അല്ലാഹ്, അതുകൊണ്ട് അങ്ങാടി പോയിട്ട് കയറുമ്പോൾ ചുറ്റുന്നൊരു കാര്യമുണ്ടോ? ഇല്ല. ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യും വേണോ, അതിന്റെ കൂട്ടിലാ തവക്കൽ അല്ലാഹ്. കേട്ടതിലൊക്കെ മാറിപ്പിക്കണം. ഇടക്കോ നമുക്കൊരു മീനിങ്ങിൽ വ്യത്യാസം വന്നു പോയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതോടുള്ള തെറ്റാണ്. അറിവ് നമുക്കുണ്ട്, പക്ഷെ തിരിച്ചറിവ് വരണം. തിരിച്ചറിവ് വരണമെങ്കിൽ ഇന്ന് ശക്തമായിട്ട് ഇറങ്ങിക്കോളി, പ്രവർത്തിച്ചോളി. ഇറങ്ങി നീന്താൻ തുടങ്ങിയാണെങ്കിൽ നമ്മൾ കര കാണും. നീന്താൻ നടുവിൽ നോക്കി നേരം കൊണ്ട് കാര്യം മുങ്ങിപ്പോവും.
അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ബിസിനസ്സിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാവണോ, നിങ്ങൾ അങ്ങോട്ട് ആത്മാർത്ഥമായിട്ട് ഇറങ്ങി പ്രവർത്തിക്കുക, പ്രൊഡക്റ്റ് പറയാ. ഇഷ്ടംപോലെ പുതിയ പ്രൊഡക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, പഴയ പ്രൊഡക്റ്റും ഉണ്ട്. ഇതൊക്കെ മാക്സിമം ആളുകളിലേക്ക് എത്തുക. അങ്ങനെ എത്തിക്കുകയാണെങ്കിൽ ഈ ബിസിനസ്സിൽ നിങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും ഞാൻ പറയാണ്. നിങ്ങൾ എല്ലാ ആളുകൾക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ.